പെട്ടെന്ന് രാത്രി കൂട്ടുകാരൻ വിളിച്ചിട്ട് എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോയി. എങ്ങോട്ടാന്ന് ചോദിച്ചിട്ടൊന്നും ആദ്യം പറഞ്ഞില്ല. അടൂരിനടുത്ത് പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അഖില കേരള വടംവലി മത്സരം നടക്കുന്നുണ്ട്. അത് കാണാനാ രാത്രി വിളിച്ചോണ്ട് വന്നെ. ഈ മഞ്ഞ ജേഴ്സി ഇട്ട ടീമിനെ ഒന്ന് നോക്കി വെച്ചോ, ആവശ്യം വരും. മിക്ക ടീമുകളും ഇവിടെ അടുത്തൊക്കെ ഉള്ളതാ, കൊല്ലത്തുനിന്നും പത്തനംതിട്ടയിൽ ഒക്കെ. പക്ഷെ ഒരു ടീം മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്തുനിന്നുള്ള. ഇവിടെ ക്ലബിന്റെ ഭാഗമായിട്ടും പിന്നെ കൂട്ടുകാർ ചേർന്നും ഒക്കെ വലിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. വടംവലി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള പാഷനും പ്രാക്ടീസും ഒക്കെ വേണം. പെട്ടെന്നൊരു നിമിഷം വലിച്ചാൽ ജയിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇവിടെ വലിക്കാൻ വന്ന എല്ലാ ടീമുകളും അത്യാവശ്യം നല്ലപോലെ വലിച്ചിട്ടുണ്ട്. വലി എന്നൊക്കെ പറഞ്ഞാൽ എജ്ജാതി വലി, നിന്നും ഇരുന്നും കിടന്നും എല്ലാം വലി. സമയം ഇപ്പം എന്തായാലും ഒരു 12 മണിയായി കാണും. എന്നാലും ഇത്ര ആൾക്കാരുണ്ട് ഇവിടെ കാണാൻ. ഇവിടെ ഇപ്പം കുന്നിക്കോട്, മണ്ണടി, വെമ്പായം, പുല്ലൂർ ഇവരൊക്കെയാണ് ഇപ്പം മെയിൻ ടീമുകൾ. സത്യം പറയാൻ ഇങ്ങനെയുള്ള നാടൻ ആവശ്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ രാത്രികളൊക്കെ ഒരുപാട് ഭംഗിയാക്കുന്നത്. വെളിച്ചത്തിൽ തിളങ്ങുന്ന ഗ്രൗണ്ടും ചുറ്റും കൂടി ഇരിക്കുന്ന ആൾക്കാർ ആർപ്പുളിയും അതാണ് ഈ മത്സരത്തെ കുറച്ചുകൂടെ ഭംഗിയാക്കുന്നത്. ഇവിടെ ക്യാമറ കിട്ടുന്ന ഓരോ ഷോട്ടുകളും വേണ്ടെന്ന് നോക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഓരോ വലിയും ഒന്നിനൊന്നിനും മെച്ചമാണ്. തുടക്കത്തിലൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഒടുക്കത്തിലേക്ക് ചെല്ലുമ്പോഴാണ് കളി ഇനി ഒന്നുകൂടെ മുറുകുന്നത്. ഫസ്റ്റ് വന്ന് കളിയൊന്ന് കണ്ടിട്ട് പോകാനായിരുന്നു പ്ലാൻ. ഇനി എന്തായാലും കളി മൊത്തം കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇവിടുത്തെ ഒന്നാം സമ്മാനം 10,000 രൂപയും പിന്നെ ഈ ഇരിക്കുന്ന ട്രോഫിയാണ്. നടക്കാൻ പോകുന്ന വലിയാണ് ഫൈനലിനെക്കാളും കൂടുതലും ആൾക്കാരെ മുൻമുന്നേ നിർത്തിയത്. 15 മിനിറ്റാണ് ഇവർ നിർത്താതെ വടം തുടർച്ചയായിട്ട് പിടിച്ചുകൊണ്ടിരുന്നത്. ഇന്നിവിടെ വടംവലി കാണാൻ വന്നിട്ട് ലൂസ് അടിക്കുന്ന ടീമിനെ ഇപ്പോഴാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയത്. പക്ഷേ എത്രയൊക്കെ ലൂസ് അടിച്ചാലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീമുണ്ടല്ലോ, മഞ്ഞ ജേഴ്സി, ഇവരാണ് തിരുവനന്തപുരം വെമ്പായം ടീം. തുടർച്ചയായിട്ട് ഒരു വർഷം 150 മുകളിലാണ് ഇവർ കപ്പടിച്ചത്. എന്തൊക്കെ നോക്കിയാലും ഫൈനലിനെക്കാളും ഏറ്റവും മികച്ച കളി ഇവരുടേതായിരുന്നു. ഒരു വശത്ത് ജയിക്കാനുള്ള വാശി, ഒരു വശത്ത് വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശി. അതാണല്ലോ വടംവലിയെ കുറച്ചുകൂടെ ആവശ്യത്തിലാക്കുന്നത്. ഇപ്പോൾ വലിക്കുന്നത് അഞ്ചലും വെമ്പായം കൂടാണ്. അഞ്ചലാണ് ഈ ബ്ലാക്ക് ജേഴ്സി. അഞ്ചൽ ജയിക്കുന്ന വിചാരിച്ചാണ്, പക്ഷേ വെമ്പായത്തിൻ്റെ കൂടെ പിടിച്ചേക്ക് അവരെ കൊണ്ട് പറ്റിയില്ല. ഞങ്ങൾ പിന്നെ വെമ്പായം ടീമിൻ്റെ കൂടെ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞു തന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് 150 മേളിൽ തന്നെ കപ്പടിച്ചിട്ടുണ്ടെന്ന് ഒരു വർഷം. ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനൊരു കസാര ഇട്ട് അതിൻ്റെ മേളിലാണ് നിന്നത്. പിന്നെയും കുറേ ടീമുകളുടെ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫൈനലെത്തി. ഫൈനലിൽ വന്നത് വെമ്പായം പുല്ലൂരും കൂടാണ്. ഫൈനലായതുകൊണ്ട് തന്നെ സംഘാടകരും എല്ലാവരും കൂടെ ചേർന്ന് ടീമുകൾക്ക് കൈയെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് ഇരു ടീമുകളും വലിക്കുന്ന പ്ലാറ്റ്ഫോമെല്ലാം തൂത്ത് വൃത്തിയാക്കി. പിന്നെ ഫൈനൽ വലികളുടെ ഫസ്റ്റ് വിസിൽ മുഴങ്ങി. ഫൈനലായതുകൊണ്ട് തന്നെ 2 ടീമുകളും സമയമെടുത്താണ് വലിക്കുന്നത്. 2 ടീമുകളും കട്ടയ്ക്ക് കട്ടയാണ്. ഒരൊറ്റ നിമിഷം ആരാകും വിജയിക്കുക എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം വടം വലിച്ചു കയറ്റി വെമ്പായം ടീം 80 മുകളിലുള്ള കപ്പുകളുടെ കൂടെ ഇനി അവർക്ക് ഒന്നുകൂടെ സ്വന്തം. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളും പോകുന്നു. അപ്പോൾ പോയിട്ട് വരാം.